അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തുൽ ജിന്നിലെ ജിന്നുകളുടെ ആത്മഭാഷണം, അതുമായി ബന്ധപ്പെട്ട സൂക്തങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇനി 16 മുതൽ 28 വരെയുള്ള 13 സൂക്തങ്ങൾ അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള അരുളപ്പാടുകളായിട്ടാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവെ ഗണിക്കുന്നത്. അവയിൽ 16, 17 സൂക്തങ്ങൾ വാഗ്ദാനവും താക്കീതും ഉൾക്കൊള്ളുന്ന സൂക്തങ്ങളാണ്. സന്മാർഗത്തിൽ ഉറച്ചു നിന്നാലുള്ള അനുഗ്രഹത്തെക്കുറിച്ചുള്ള വാഗ്ദാനമാണ് 16ാമത്തെ സൂക്തത്തിൽ വരുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഅല്ലവി ഇസ്തഖാമൂ അലത് ത്വരീഖതി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖാ വഅല്ലവി ഇസ്തഖാമൂ. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനതയുടെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. എനിക്ക് ഇപ്രകാരം സന്ദേശം ലഭിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയും. എന്താ പറയേണ്ടത്? വഅല്ലവിസ്തഖാമു, അവർ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ. വഅല്ലവിസ്തഖാമു, അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, അലത്വരീഖ, അതേ വഴിയിൽ അഥവാ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, ലഅസ്ഖൈനാഹും, നാം അവർക്ക് വർഷിപ്പിച്ചു കൊടുക്കും, മാഅൻ ഗദഖ, സമൃദ്ധമായ മഴ നാം അവർക്ക് വർഷിപ്പിച്ചു കൊടുക്കും. നാം അവരെ സമൃദ്ധമായിട്ട് ജലപാനം ചെയ്യിക്കും എന്നാണ്. വഅല്ലവിസ്തഖാമു, വഅല്ലൗ എന്തൊക്കെ ചേർന്നാണ്? വാവുണ്ട്, അൻ ഉണ്ട്, ലൗ ഉണ്ട്. ആണെങ്കിൽ എന്നർത്ഥം. അൻ എന്നത് ശരിക്കും അന്ന എന്നതിലെ നൂനിൻ്റെ ഇരട്ടിച്ച ശബ്ദത്തെ ലഘൂകരിച്ച രൂപമാണ്. നൂനുൽ ഖഫീഫ എന്ന് സാധാരണ പറയും. ആ നൂനിനെ ലഘൂകരിച്ചിരിക്കുകയാണ്. ഊഹിയ ഇലയ്യ അന്നഹു എന്നാണല്ലോ സൂറയുടെ തുടക്കം. ആദ്യ സൂക്തത്തിൽ ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു എന്നായിരുന്നു തുടക്കം. അതേപോലെ ഇവിടെ ആ അന്നയെ ലഘൂകരിച്ചുകൊണ്ട് വ അല്ലൗ എന്നായിട്ട് മാറിയിരിക്കുകയാണ്. വ അന്ന ലൗ എന്നാണ് ഉദ്ദേശം എന്ന് മനസ്സിലാക്കാം. ഇവിടെ മുതൽ അല്ലാഹു തആല നേരിട്ട് അരുളുകയാണ് എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ആമുഖമായി കൊണ്ടാണ് വ അൻ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അഥവാ എനിക്ക് ഇപ്രകാരം ദിവ്യ സന്ദേശം ലഭിച്ചിരിക്കുന്നു എന്ന് താങ്കൾ അവരെ അറിയിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. വഅല്ലവിസ്തഖാമു അലത്വരീഖ, അപ്പോൾ സത്യമാർഗത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ, നാം അവരെ സമൃദ്ധമായ ജലം പാനം ചെയ്യിക്കും, അല്ലെങ്കിൽ സമൃദ്ധമായ ജലം അവർക്ക് വർഷിപ്പിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ആരെ പറ്റിയാണ് അവർ എന്ന പരാമർശം? ഒന്നാമതായിട്ട് മക്കയിലെ അവിശ്വാസികളെ കുറിച്ചാണ്. എന്നാൽ പൊതുവെ പറയുമ്പോഴോ നേരത്തെ പരാമർശിക്കപ്പെട്ട എല്ലാ മനുഷ്യരും, എല്ലാ ജിന്നുകളും, എക്കാലത്തെയും സകലരും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അത്വരീഖ ഉദ്ദേശിക്കുന്നത് സന്മാർഗം എന്ന് തന്നെയാണ്. ഗദഖ് എന്ന വാക്ക് സമൃദ്ധം എന്നുദ്ദേശിക്കുന്നു. മാഅൻ ഗദഖ, സമൃദ്ധമായ മഴ എന്നാണ്. ഗദിഖ എന്ന വാക്കിന് പെരുമഴ വർഷിച്ചു എന്നുള്ള ആശയമുണ്ട്. ഇവിടെ എന്താ ഉദ്ദേശം? ഇതൊരു ആലങ്കാരികമായ ശൈലിയായിട്ട് മനസ്സിലാക്കാം. പൊതുവെ ജലത്തെ ആശ്രയിച്ചാണല്ലോ ജീവൻ നിലകൊള്ളുന്നത്. ജലസാന്നിധ്യമില്ലെങ്കിൽ ഒരു ജീവിക്കും നിലനിൽക്കുവാൻ സാധ്യമല്ല. അഥവാ ജലമില്ലെങ്കിൽ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ കഴിയാതെ വരും. അതിനാൽ ജലം ഉണ്ടായേ പറ്റും. അപ്പോൾ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ
ഐഹിക ജീവിതം സുഖകരമാകും എന്ന സൂചനയാണ്. അതിലുപരിയായിട്ട് നാളെ പരലോക ജീവിതം ഏറെ ധന്യമാകും എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്ത് നൂഹ് ആണ് കഴിഞ്ഞ സൂറ, ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള സൂറ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂറത്ത് നൂഹിൽ 10-11 സൂക്തങ്ങളിൽ ഇതേ വിഷയം ആവർത്തിക്കപ്പെടുന്നുണ്ട്. നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുന്ന പ്രബോധന റിപ്പോർട്ടാണല്ലോ സൂറത്ത് നൂഹ്. അവിടെ നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കുന്നു, ഫഖുൽതു സ്തഗ്ഫിറൂ റബ്ബക്കും, ഞാൻ എൻ്റെ ജനതയോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് പാപമോചനം തേടൂ. ഇന്നഹു കാന ഗഫാറ, അവൻ സകലം പൊറുക്കുന്നവനാണ്. അങ്ങനെ പാപമോചനം തേടിയാൽ യുർസിലി സമാ അലൈക്കും മിദ്റാറ, അവൻ നിങ്ങൾക്ക് ധാരാളമായിട്ട് മഴ വർഷിപ്പിച്ചു തരും. അതുതന്നെയാണ് ഇവിടെയും യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. വഅല്ലവിസ്തഖാമു അല ത്വരീഖ, സന്മാർഗത്തിൽ അടിയുറച്ച് നിലകൊണ്ടാൽ, അവിടെ ഇസ്തിഖാമ വരുന്നുണ്ട്. അടിയുറച്ച് നിലകൊള്ളുക, തെന്നിപ്പോകാതെ ഭൗതിക താല്പര്യങ്ങൾക്ക് വശംവദരാകാതെ പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിതമായിക്കൊണ്ട് നിങ്ങൾ നിലകൊള്ളുകയാണെങ്കിൽ ലഅസ്ഖൈനഹും മാഅൻ ഗദഖ, ആ സംഘത്തിന്, ആ സമൂഹത്തിന് അള്ളാഹു തആല സമൃദ്ധമായിട്ട് മഴ വർഷിപ്പിച്ചു കൊടുക്കും, അഥവാ അവൻ്റെ അനുഗ്രഹവർഷമുണ്ടാകും എന്നാണ് ഉദ്ദേശം. ഇനി അടുത്ത സൂക്തം 17-ാമത്തെ സൂക്തം ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. ഈ അനുഗ്രഹത്തോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നതാണ് പരാമർശിക്കുന്നത്. ലിനഫ്തിനഹും ഫീഹി വമൻ യുഅ്രിദ് അൻ ദിക്രി റബ്ബിഹി യസ്ലുക്ഹു അദാബൻ സഅദാ. ലിനഫ്തിനഹും ഫീഹി, ആ അനുഗ്രഹത്താൽ അവരെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഫത്തന യഫ്തിനു, പരീക്ഷിച്ചു. ലിനഫ്തിനഹും, നമുക്ക് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഫീഹി, അത് മുഖേന പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. അനുഗ്രഹം പരീക്ഷണമാണ്, പ്രയാസങ്ങൾ പരീക്ഷണമാണ്. രണ്ടും ഒരേ പരീക്ഷണമാണ്. പക്ഷേ പ്രയാസങ്ങളെയാണ് പൊതുവെ നമ്മൾ പരീക്ഷണം എന്ന് പറയാം, അല്ലേ? ഒരാൾ രോഗത്തിന് അടിമപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, മറ്റു വല്ല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എന്തൊരു പരീക്ഷണമാണെന്ന് പറയും. എന്നാൽ അനുഗ്രഹങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുക എന്നത് വേറിട്ട ഒരു പരീക്ഷണ രീതിയാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വനബ്ലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നിങ്ങളെ നാം ഖൈറു കൊണ്ടും ഷർറു കൊണ്ടും പരീക്ഷിക്കും എന്ന് അള്ളാഹു പറയുന്നു. ഇപ്പോൾ സാമ്പത്തിക അഭിവൃദ്ധിയും ഭൗതികമായ ധാരാളം പുരോഗതികളൊക്കെ ലഭിക്കുമ്പോൾ അയാൾ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുക? ആ വിഭവങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ അവനോടുള്ള നന്ദി ബോധത്തിൻ്റെ ഭാഗമായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്നതായിരിക്കും അയാൾ അനുഭവിക്കുന്ന പരീക്ഷണം. അതാണ് ലിനഫ്തിനഹും ഫീ എന്ന് ഇവിടെ പറയുന്നതിൻ്റെയും ആശയം. അഥവാ ഇങ്ങനെ സമൃദ്ധമായ മഴ ലഭിച്ചിട്ട് അതിനോടുള്ള നന്ദി ബോധം അള്ളാഹുവോട് പ്രകടിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ, അതല്ലെങ്കിൽ മറ്റു വല്ല വ്യാജ ദൈവസങ്കല്പങ്ങൾക്ക് മുമ്പിലാണോ അത് പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് മനസ്സിലാക്കണം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ ജലം വർഷിപ്പിക്കും, അത് കുടിപ്പിക്കും എന്ന് പറയുമ്പോൾ, ലഅസ്ഖൈനാക്കും എന്ന് പറയുമ്പോൾ മനുഷ്യർ മാത്രമല്ലല്ലോ, ജിന്നുകളെയും അല്ലാഹു തആല ഈ നിലയ്ക്ക് അനുഗ്രഹിക്കില്ലേ? അപ്പോൾ ജിന്നുകൾ വെള്ളം കുടിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. കുടിക്കുമായിരിക്കും എന്ന് തന്നെ മനസ്സിലാക്കണം. നമുക്ക് അതറിയില്ല. നിങ്ങൾ ഇടത് കൈകൊണ്ട് തിന്നരുത്, കുടിക്കരുത്. പിശാച് ഇടത് കൈകൊണ്ട് തിന്നുന്നു, കുടിക്കുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പിശാച് ജിന്നുവർഗത്തിൽപ്പെട്ടവനാണ്, ആ നിലയ്ക്ക് അവൻ കുടിക്കുന്നു എന്ന് വരുന്നു. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ പിശാചാണ് യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കുന്നത് എന്ന പരാമർശമുണ്ട്. അതൊക്കെ മുൻനിർത്തിയിട്ട് ചിന്തിക്കുമ്പോൾ തീർച്ചയായും അവരും ഏതോ അർത്ഥത്തിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഏതായാലും അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കാതിരിക്കുമ്പോൾ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നാണ്
ലിനഫ്തിനഹും ഫീഹ് എന്ന പ്രയോഗത്തിൻ്റെ ആശയം. എന്നിട്ട് പറയാണ് വമൻ യുഅരിദ് അൻ ദിക്രി റബ്ബിഹി, വമൻ ആരോ ഒരാൾ, അറള യുഅരിദു അവഗണിച്ചു, പിന്തിരിഞ്ഞു, വമൻ യുഅരിദ് അൻ ദിക്രി റബ്ബിഹി തൻ്റെ നാഥൻ്റെ സ്മരണയിൽ നിന്ന് ആർ പിന്തിരിഞ്ഞ് കളയുന്നുവോ, യസ്ലുക്കുഹു അദാബൻ സഅദ, സലക്ക യസ്ലുക്കു പ്രവേശിപ്പിച്ചു, അകപ്പെടുത്തി എന്നൊക്കെയാണ്. യസ്ലുഖു അവൻ അള്ളാഹു അയാളെ പ്രവേശിപ്പിക്കും, അകപ്പെടുത്തും, അദാബൻ ഒരു ശിക്ഷയിൽ, സഅദ കഠിനമായ ശിക്ഷയിൽ. സഅദ് എന്ന് പറയുമ്പോൾ പ്രയാസകരമായ, ഞെരുങ്ങിയ, കഠിനമായ എന്നൊക്കെയുള്ള ആശയമാണ്. അപ്പോൾ ദൈവസ്മരണയിൽ നിന്ന് പിന്തിരിയുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം? ദൈവിക സന്ദേശങ്ങളെ തള്ളിപ്പറയുക, അതേപോലെ തന്നെ ദിവ്യവചനങ്ങൾ കേൾക്കുന്നത് തന്നെ ഒരാൾക്ക് അരോചകമായിട്ട് അനുഭവപ്പെടുക, അള്ളാഹുവിനുള്ള ഇബാദത്തിന് വിസമ്മതിക്കുന്ന പ്രകൃതമുണ്ടാവുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ യസ്ലുഖു അദാബൻ സഅദ, അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഞെരുങ്ങിയ പ്രയാസകരമായ ശിക്ഷകൾ അനുഭവിപ്പിക്കും എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ട് വശവും വന്നു. ആദ്യ സൂക്തത്തിൽ മഹത്തായൊരു വാഗ്ദാനമായിരുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിലകൊണ്ടാൽ തീർച്ചയായിട്ടും അവൻ അനുഗ്രഹവർഷം നൽകും. എന്നാൽ ആ അനുഗ്രഹത്തോട് നന്ദികേട് കാണിച്ചാലോ, അത് മുഖേന ഒരാൾ അള്ളാഹുവെ സ്മരിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാൽ അയാൾക്ക് പ്രയാസകരമായ ശിക്ഷയാണ് ഒരുക്കി വച്ചിട്ടുള്ളത് എന്നുകൂടി ഓർമ്മപ്പെടുത്തണം. പൊതുവായിട്ട് അള്ളാഹുവിൻ്റെ നീതിബോധത്തിൻ്റെ ഭാഗമായി ഈ കാര്യങ്ങളെ നാം അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉത്തമമായ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന, അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമാവാൻ കഴിയുന്ന ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.